അള്ളാഹുവെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അള്ളാഹു ഹക്കീമാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഹക്കീം എന്ന് പറഞ്ഞാൽ പടച്ചോന്റെ തീരുമാനത്തിന് പിന്നിലൊക്കെ കൃത്യമായ ഉദ്ദേശങ്ങൾ ഉണ്ടാകും, കൃത്യമായ യുക്തിയുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നിലവിലുള്ള ഒരവസ്ഥയിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിന് പിന്നിൽ, അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യം, ആ ഒരു സാഹചര്യം പടച്ചോൻ നമുക്ക് ഒരുക്കി തന്നതാണ്. അള്ളാഹു ഒരുക്കി തന്നതാണ് ഓരോരുത്തർക്കും അത്തരം ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അത് ഒരേ സമയം നമുക്കൊരു അനുഗ്രഹമാണ് എന്ന് തിരിച്ചറിയുന്നതോടൊപ്പം തന്നെ അത് വലിയൊരു റെസ്പോൺസിബിലിറ്റി കൂടിയാണ് എന്ന ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ ഉയർന്നു നിൽക്കുക എന്നതാണ്. കാരണം അള്ളാഹ് ഒന്നും ഉദ്ദേശരഹിതമായി ചെയ്യൂല എന്നുള്ളതാണ്. മറ്റൊരുപാട് ആളുകൾക്ക് നൽകാത്ത ഒരു അവസരം അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ എന്നിൽ നിന്ന് പടച്ചോൻ എന്തോ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക എന്ന് പറയുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ തൊഴിലിടങ്ങൾ എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് നമ്മളുടെ ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ അത്ര പ്രിവിലേജ്ഡ് ആയ ഒരു സിറ്റുവേഷൻ അല്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുക. പ്രത്യേകിച്ച് മതത്തെക്കുറിച്ചുള്ള പലതരം ധാരണകൾ നമ്മളുടെ സമൂഹത്തിലുണ്ട്. ഒരു പുരോഗമന സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം, മതം എന്നൊക്കെ പറയുന്നത് ഒരാൾക്ക് വിവരം കൂടുന്തോറും, അറിവ് കൂടുന്തോറും, ഒരാള് ഹൈലി പ്രൊഫഷണൽ ആകും തോറും ഒഴിവാക്കപ്പെടേണ്ട ഒരു കാര്യമാണ് മതവും വിശ്വാസവും എന്നൊക്കെയുള്ള ഒരു ബോധം ഇപ്പോഴും നമ്മളുടെ സമൂഹത്തിൽ ധാരാളമായി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇസ്ലാമികമായ ചിട്ടവട്ടത്തോടുകൂടി, ഒരു ദീനിയായ സംസ്കാരത്തോടുകൂടി നമ്മളുടെ തൊഴിലിടങ്ങളിൽ മുന്നോട്ട് പോവുക എന്നത് കുറച്ച് ചലഞ്ചിങ് ആയ ഒരു കാര്യം കൂടിയാണ്. ആ ചലഞ്ചിനെ ഏറ്റെടുത്തുകൊണ്ടാണ് തീർച്ചയായും നിങ്ങളുടെ മേഖലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് സംസാരിച്ചില്ലെങ്കിലും, ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലെങ്കിലും, നമ്മളുടെ ഈ പ്രസൻസ് തന്നെ ഒരു മുസ്ലിം സ്ത്രീ എന്ന നിലക്ക് നമ്മൾ ഇസ്ലാമിന്റെ വസ്ത്രധാരണത്തോടുകൂടി നമ്മളൊരു പബ്ലിക് സ്പേസിൽ ഇടപെടുക എന്ന് പറയുന്നത് തന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വളരെയധികം റെലവൻ്റായ, വളരെ പ്രസക്തിയുള്ള ഒരു കാര്യം കൂടിയാണ്. കാരണം നമ്മളുടെ പ്രസൻസ് തന്നെ വലിയൊരു സന്ദേശമാണ്. ആ പ്രസൻസ് തന്നെ വലിയൊരു സന്ദേശമാകുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ നിർവഹിക്കുന്ന അത്തരം ദൗത്യങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും വിലമതിക്കുന്ന ഒരു കാര്യമാണ്. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം പടച്ചോനെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഏതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, പ്രതികൂലമായ സാഹചര്യത്തിൽ ചെയ്യുന്ന നന്മകൾക്കാണ് അള്ളാഹു കൂടുതൽ വില നൽകുക എന്നുള്ളതാണ്. വളരെ അനുകൂലമായ സാഹചര്യത്തിൽ നന്മ ചെയ്യുന്നതിനേക്കാൾ പ്രതികൂലമായ സിറ്റുവേഷനിൽ നമ്മൾ നന്മയിൽ അടിയുറച്ചു നിൽക്കുമ്പോൾ അതിനെ അള്ളാഹു കൂടുതൽ ഇഷ്ടപ്പെടുമെന്നുള്ളതാണ്. ആ നിലക്ക് നിങ്ങൾ ഓരോരുത്തരും ഒരു വിശ്വാസി എന്ന നിലക്ക് നിങ്ങളുടെ മേഖലയിൽ മുന്നോട്ട് പോകുമ്പോൾ, അതിൻ്റെ സംസ്കാരങ്ങളിൽ അടിയുറച്ചു നിൽക്കുമ്പോൾ നിങ്ങൾ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറുന്നു എന്നുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സാധ്യതകൾ കൂടിയാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. കാരണം നമ്മൾ ഏതൊരു സിറ്റുവേഷനിലും, ഏതൊരു സാഹചര്യത്തിലും നമ്മൾ ഇസ്ലാമിനെ റെപ്രസെന്റ് ചെയ്യുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ ഇസ്ലാമിന്റെ റെപ്രസെന്റേഷനെ വ്യത്യസ്ത തരത്തിൽ നിർവഹിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ടാകും. പ്രത്യേകിച്ച് ഇസ്ലാമോഫോബിയ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇസ്ലാമിനെ കുറിച്ച്, മുസ്ലിങ്ങളെ കുറിച്ച്, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളെ കുറിച്ചുള്ള പലതരത്തിലുള്ള സ്റ്റീരിയോ ടൈപ്പായ ഒരുപാട് തരത്തിലുള്ള അത്തരം ബോധങ്ങൾ നമ്മളുടെ സമൂഹത്തിൽ നിരന്തരം ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ഇസ്ലാമിനെ കുറിച്ചുള്ള അത്രയും വികലമായ ധാരണകൾ ചുറ്റിലും വ്യാപിക്കുകയും ചെയ്യുമ്പോൾ നമ്മളെ ഇസ്ലാമിനെ നേരിട്ട് അനുഭവിക്കാനും അറിയാനും കഴിയുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു വ്യക്തി മാത്രമല്ല, ഒരു ഇൻഡിവിജ്വൽ മാത്രമല്ല, നമ്മൾ ഇസ്ലാമിന്റെ ഒരു മെസ്സേജിനെ നമ്മളുടെ ജീവിതത്തിലെ കൂടി പ്രസരിപ്പിക്കുന്നവരാണ്. ആ നിലക്ക് ആളുകൾ ഇസ്ലാമിനെ റീഡ് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത് നിങ്ങളിലൂടെ കൂടിയാണ്. നിങ്ങളുടെ ഇടപെടലിലൂടെ, നിങ്ങളുടെ പൊസിഷനുകളിലൂടെ, അതുപോലെ നിങ്ങളുടെ നിലപാടുകളിലൂടെ, നിങ്ങളുടെ സംസ്കാരത്തിലൂടെ ഇസ്ലാമിനെ അനുഭവിക്കുകയും അറിയുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ നിലക്ക് നിങ്ങൾ നിർവഹിക്കുന്നത് വളരെ സുപ്രധാനമായ ഒരു ദൗത്യമാണ്. മാത്രമല്ല, നമുക്കറിയാം ഇസ്ലാമോഫോബിയയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം, മുമ്പ് കാലത്തൊക്കെ ഇസ്ലാമിനെ കുറിച്ചുള്ള ഇത്തരം ധാരണകൾ അല്ലെങ്കിൽ തെറ്റായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാറുള്ളത് മുസ്ലിം സ്ത്രീകൾ അവർ പഠിക്കുകയില്ല, അവർ വായിക്കുകയില്ല, അവർ വിദ്യാഭ്യാസം നേടുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. പക്ഷേ
ഇന്ന് ഇസ്ലാമോഫോബിയ നേരെ തിരിച്ചാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. എല്ലായിടത്തും മുസ്ലിങ്ങളാണ്, എല്ലായിടത്തും തട്ടമിട്ട സ്ത്രീകളാണ്, ക്യാമ്പസിൽ അവരാണ്, അവര് മെഡിക്കൽ ഫീൽഡിൽ അവരാണ്, ഇങ്ങനെ തുടങ്ങി നമ്മളൊരു മേഖലയിൽ ഉയർന്നു നിൽക്കുമ്പോൾ അതും ഇസ്ലാമോഫോബിയ പരത്തുവാനുള്ള ഒരു കാരണമായിട്ട് അത് മാറുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. അതിനെയൊക്കെ പോസിറ്റീവായി അപ്രോച്ച് ചെയ്യുവാനും നമ്മളുടെ നിലപാടുകളിലൂടെയും ജീവിതത്തിലൂടെയും ഒക്കെ ഇസ്ലാമിനെ ഏറ്റവും സുന്ദരമായി റെപ്രസെന്റ് ചെയ്യുവാനും സാധിച്ചാൽ അത് വലിയ അർത്ഥത്തിലുള്ള ഒരു മാറ്റം നമ്മളുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ആ നിലക്ക് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ പ്രൊഫഷണൽ മേഖലയിൽ, നിങ്ങളുടെ കരിയറിൽ ഒക്കെ വലിയ വളർച്ചയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇസ്ലാമികമായ സംസ്കാരങ്ങളും മൂല്യങ്ങളും ഒക്കെ നമ്മളുടെ ജീവിതത്തിലൂടെ റെപ്രസെന്റ് ചെയ്യുവാനും അതിലൂടെ ദീനിന് അന്തസ് നൽകുന്ന ഒരു വിഷയത്തിൽ ഇസ്ലാമിനെ കുറിച്ചുള്ള ഒരു മനോഹരമായ ചിത്രം നമ്മളുടെ ചുറ്റിലും രൂപപ്പെടുത്തുന്നതിൽ നിങ്ങളുടെ ഇടപെടലുകൾക്ക് വലിയ പങ്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച ജമാഅത്തെ ഇസ്ലാമി വനിതാ വിങ്ങിന് എല്ലാവിധത്തിലുള്ള ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.